തലശ്ശേരിയിൽ ഓടുന്ന ബസ്സുകളുടെ പിന്നിൽ കയറി വിദ്യാർത്ഥികളുടെ റീൽസ് ചിത്രീകരണം. തലശ്ശേരി മുബാറക് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളാണ് റീൽസ് ചിത്രീകരിച്ചത്. തലശ്ശേരി വടകര റൂട്ടിലോടുന്ന ബസ്സുകളുടെ പിന്നിൽ കയറിയായിരുന്നു റീൽസ് ചിത്രീകരണം ഉണ്ടായത്. നിഖിൽ അളവൂർ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. നിഖിൽ, വളരെ അപകടകരമായ ഒരു യാത്ര, മോട്ടോർ വാഹന വകുപ്പ് എന്തെങ്കിലും നടപടികൾ സ്വീകരിക്കുന്നുണ്ടോ? ഈ റീൽസുകൾ നമ്മളെല്ലാവരും കാണുകയും ആസ്വദിക്കുകയും അതിലെ കൗതുകം ഉൾക്കൊള്ളുകയും ചെയ്യുന്നവരൊക്കെ തന്നെയാണ്. പക്ഷേ അതിന് പിന്നിലെ അപകടം എത്രത്തോളമാണ് എന്ന് വെളിവാക്കുന്നതാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഈ ദൃശ്യങ്ങൾ. ഇന്ന് രാവിലെ മുതലാണ് ഈ ദൃശ്യങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ ഇങ്ങനെ പ്രചരിക്കാൻ തുടങ്ങിയത്. തലശ്ശേരി വടകര റൂട്ടിൽ ഓടുന്ന ബസ്സിന്റെ പിന്നിലെ ലേഡറിൽ കയറി നിന്നാണ്, ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്സിന്റെ ലേഡറിൽ കയറി നിന്നാണ് വിദ്യാർത്ഥികൾ ഈ റീൽസ് ചിത്രീകരിച്ചത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. ഈ ബസ് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ വിദ്യാർത്ഥികൾ ഈ റീൽസ് ചിത്രീകരിക്കുന്നു. പെട്ടെന്ന് അത് ശ്രദ്ധയിൽപ്പെട്ട ഉടൻ തന്നെ ബസ് നിർത്തി അതിന്റെ ബസ്സിലെ കണ്ടക്ടർ പുറത്തിറങ്ങി വന്ന് കുട്ടികളെ ഇറക്കി വിടുകയും ദേഷ്യപ്പെട്ട് അവരോട് സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നത് കാണാം. അത് മാത്രമല്ല, ഒരു സൈക്കിളിൽ 3 പേർ സഞ്ചരിച്ച് ഈ റോഡിന് കുറുകെ അശ്രദ്ധമായി ക്രോസ് ചെയ്യുന്നതും അങ്ങനെ 3 പേർ ചേർന്ന് റോഡിലൂടെ സഞ്ചരിക്കുന്നതുമെല്ലാം കാണാവുന്നതാണ്. മാത്രമല്ല, ഈ വൈകുന്നേര സമയങ്ങളിലൊക്കെ തലശ്ശേരി നഗരത്തിലെ തിരക്കൊക്കെ വലിയ രീതിയിൽ വാഹനങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. അവിടെയാണ് ഈ റോഡിൽ നിന്നുകൊണ്ട് ഇത്തരത്തിലുള്ള അഭ്യാസ പ്രകടനങ്ങൾ, ഈ കുട്ടികൾ ഈ റീൽസിന് കിട്ടുന്ന ലൈക്കും അതിനുള്ള വ്യൂവും ഒക്കെ കണക്കാക്കിക്കൊണ്ട് ഇത്തരം പ്രവൃത്തികളിലേക്ക് ഏർപ്പെടുന്നത്. ഏതായാലും ഇത് വളരെ ഗൗരവത്തോടു കൂടി തന്നെ കാണാനാണ് ഈ ബസ് ജീവനക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. അവർ അവരുടേതായ രീതിയിൽ പരാതിയുമായി മുന്നോട്ട് പോകുമെന്നാണ് ഇപ്പോൾ ആ ബസ് ജീവനക്കാരുമായി ബന്ധപ്പെടുമ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുന്നത്. കാരണം എന്തെങ്കിലും ഒരു അപകടം ഉണ്ടായാൽ നാളെ ആ ബസ്സുകാർ പോലും അതിൽ കുറ്റക്കാരാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ഏതായാലും ആ കുട്ടികളുടെ ഈ പ്രവൃത്തിക്കെതിരെ ബസ് ഉടമകൾ, ഈ ബസ് ജീവനക്കാർ തന്നെ പരാതി നൽകും എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ദൃശ്യങ്ങൾ ഏതായാലും ഇന്ന് രാവിലെ മുതലാണ് പ്രചരിച്ചു തുടങ്ങിയത്. സ്വാഭാവികമായും പോലീസും മോട്ടോർ വാഹന വകുപ്പും ഒക്കെ ഇക്കാര്യത്തിൽ ഇടപെടാനുള്ള സാധ്യതയുമുണ്ട്. ശരി നിഖിൽ.